അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ജഅൽനാക അലാ ശരീഅത്തി മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മുത്താലിം സുഹൃത്തുക്കൾ, എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം ത്വരീഖത്തുകൾ, ശരീഅത്തില്ലാത്ത ന്യൂ വേർഷനുകൾ എന്നുള്ളതാണ്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. നിലവിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്ന മേഖലയാണ് ത്വരീഖത്തുകൾ. ന്യൂ വേർഷനുകളെല്ലാം ത്വരീഖത്തും ശരീഅത്തും രണ്ട് റൂട്ടുകളാണെന്നും, ത്വരീഖത്തുള്ളവന് ശരീഅത്ത് വേണ്ടെന്നും ശരീഅത്തുള്ളവന് ത്വരീഖത്ത് വേണ്ട എന്നുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ന്യൂ വേർഷനുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ത്വരീഖത്തിന്റെ വാക്താക്കളാണെന്നും നിങ്ങളെപ്പോലെ 10-15 വർഷം മുത്തുനബിയും സഹാബത്തും പഠിച്ചതും പഠിപ്പിച്ചതും പോലെ ഞങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ലെന്നും യഥാർത്ഥമായ അറിവെന്ന് പറയുന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള കൈമാറ്റമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ രണ്ട് റൂട്ടുകളാക്കി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്തെ ത്വരീഖത്തും ത്വരീഖത്തിന്റെ വാഹകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് യഥാർത്ഥ ത്വരീഖത്ത് എന്തെന്ന് നോക്കാം. സകലമാന ഹദീസിന്റെ കിതാബുകളിൽ ആദ്യത്തെ ബാബിൽ ഇടം പിടിച്ചൊരു ഹദീസുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്ന 3 പ്രസക്തമായ ചോദ്യങ്ങൾ. അഖ്ബിർനി അനിൽ ഈമാൻ, നബിയെ എനിക്ക് ഈമാന്റെ അഖീദകളെ കുറിച്ച് പറഞ്ഞു തരൂ. അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ. പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, നബിയെ എനിക്ക് ത്വരീഖത്തിനെ കുറിച്ച് ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞു തരൂ. എന്നതിന് മറുപടിയായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹ ഫഇന്നഹു യറാക എന്നാണ്. അഖീദയും കർമ്മവും യാതൊരുവിധ കേടും കൂടാതെ ഇഖ്ലാസോടുകൂടി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നതിനാണ് ശരീഅത്തെന്നും ത്വരീഖത്തെന്നും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ അവിടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോയതിനു ശേഷം സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നബിയെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജിബ്രീൽ നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നേരിട്ട് വന്നതാണെന്നായിരുന്നു. അതുപോലെയാണ് ദീൻ പഠിക്കേണ്ടത്. അല്ലാതെ ഹൃദയങ്ങളിലേക്കുള്ള കൈമാറ്റം യഥാർത്ഥ പഠനമായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, തറയില്ലാതെ എങ്ങനെയാണ് ചുമരുണ്ടാവുന്നത്? ചുമരില്ലാതെ എങ്ങനെയാണ് പെയിന്റ് അടിക്കാൻ സാധിക്കുന്നത്? തറയും ചുമരുമില്ലാതെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്ത് ത്വരീഖത്തുകൾ. ചുരുക്കി പറഞ്ഞാൽ കർമ്മവും അഖീദയുമില്ലാത്ത തറയും ചുമരുമില്ലാതെ ത്വരീഖത്ത് എന്ന പേരിന് അടിക്കാൻ സാധിക്കുകയില്ല എന്ന് തീർച്ചയാണ്. ത്വരീഖത്ത് എന്നാൽ ഇസ്ലാമിന് പുറത്തുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് ശരീഅത്തിനെ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന അടിസ്ഥാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് സുമ്മ ജഅൽനാക അലാ ശരീഅത്തി മിനൽ അംരി ഫത്തബിഉഹാ വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ. സുമ്മ ജഅൽനാക അലാ ശരീഅത്തി മിനൽ അംരി ഫത്തബിഉഹാ, നബിയെ അങ്ങനെ നമ്മൾ നല്ല ശരീഅത്തിനെ മേലാക്കി തന്നു. ഫത്തബിഉഹാ, നിങ്ങൾ അതിനെ പിന്തുടരണേ. വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ, ഒരിക്കലും അറിവില്ലാത്തവരായ ലക്ഷ്യബോധമില്ലാത്തവരായ ഒന്നും പഠിക്കാത്തൊരു വിഭാഗത്തെ നിങ്ങൾ പിന്തുടരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനോട് തുടർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി എന്ന്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് അൽ മുഅ്തബറത്തു ഫിദ്ദീനി അശ്ശരിയ, ശരീഅത്തിലുള്ള യഥാർത്ഥ അറിവെന്ന് പറയുന്നത്, അത് ദീനിലുള്ള യഥാർത്ഥ അറിവെന്ന് പറയുന്നത് അത് ശരീഅത്തിനെ കുറിച്ചുള്ള അറിവാണ്. അത് കഴിഞ്ഞിട്ടാണ് തസവ്വുഫും ത്വരീഖത്തും എല്ലാം വരുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ കുറിച്ച് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവർ വ്യഭിചാരം ചെയ്യുന്നവരെക്കാളും അവർ മോഷണം ചെയ്യുന്നവരെക്കാളും മോശപ്പെട്ടവരാണെന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം കുശൈലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ വ്യഭിചാരം ചെയ്യുന്നവരും മോഷണം നടത്തുന്നവർക്കെല്ലാം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് അവർ തെറ്റ് ചെയ്യുന്നവരാണെന്നും അവർ അള്ളാഹുവിനെ നിന്ദിക്കുന്നവരാണെന്നും അവരിൽ നിന്ന് തൗബ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ കൂട്ടർ ഇബാദത്തുകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് തന്നെ ഇലാഹിലേക്ക് അടുക്കാമെന്ന് വാദിക്കുന്ന ഈ കൂട്ടരിൽ നിന്ന് ഒരിക്കലും തൗബ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ത്വരീഖത്ത് ശൈഖന്മാർക്ക് എന്തുമാവാലോ എന്ന് വാദിക്കുന്ന പുതിയ ത്വരീഖത്തിന്റെ വാക്താക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇതിനെ തെളിവായി കൊണ്ടുവരുന്നത് മൂസാ നബി അലൈഹിസ്സലാമും ഹിളർ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു ചരിത്ര സംഭവമാണ്. ഹിളർ നബി അലൈഹിസ്സലാം നബിയാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും വാദിക്കുന്നുണ്ട്. എങ്കിൽ പോലും വലിയാണെന്നിരിക്കെ മഹാനായ സുയൂത്തി ഇമാം അവിടുത്തെ ഖസായിസുൽ ഖുബ്റയിൽ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാം ഹിളർ നബി അലൈഹിസ്സലാമിനോട് കൂടെ പോരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹിളർ നബി അലൈഹിസ്സലാം എൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. ഹിളർ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഞാനൊരു വിശദീകരണം തന്നിട്ടല്ലാതെ എന്നോടൊന്നും ചോദിക്കരുത് എന്നാണ്. നമ്മൾ വിശദീകരണം ചോദിച്ചതാണ്. നിലവിൽ വന്ന മുഴുവൻ ത്വരീഖത്തുകളോടും നമ്മൾ വിശദീകരണം ചോദിച്ചതാണ്. പക്ഷേ നമ്മൾക്ക് വിശദീകരണം തന്നില്ല. അവരുടെ കപടമുഖങ്ങളെ ജനങ്ങൾക്കിടയിൽ മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾക്ക് വിശദീകരണം തന്നില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള
ജമിയത്തുൽ ഉലമ മുഴുവൻ മിക്ക ത്വരീഖത്തുകളെയും എതിർത്തത്. അത് 1962 നിലവിൽ വന്ന ശംസിയ ത്വരീഖത്തായാലും ശരി, 1974 വന്ന നൂരിഷാ ത്വരീഖത്തായാലും ശരി, 2000 തുടക്കത്തിൽ വന്ന ആലുവ ത്വരീഖത്തായാലും ശരി, ഇതിനെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തത്. അത് ഇത്തരം നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്. ഈ അടുത്ത സമസ്തയിൽ നിന്ന് പടിയിറങ്ങിയ ത്വരീഖത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ചോദിച്ചു. അതിനെ സമസ്ത മറുപടി പറയേണ്ട എന്ന് ശക്തമായി പറയാനുള്ള കാരണം അവർ ചെയ്യുന്ന തെറ്റുകളെ അവർ തന്നെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ ത്വരീഖത്തുകൾ. നമ്മളും ത്വരീഖത്തിന്റെ വാഹകർ തന്നെയാണ്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കുത്തുബായിരുന്നു, ഹനഫി ഇമാം കുത്തുബായിരുന്നു. നമ്മൾ ആ ത്വരീഖത്താണ് സ്വീകരിക്കേണ്ടത്. ഷാഫി ഇമാമിന്റെയും ഹനഫി ഇമാമിന്റെയും എല്ലാം എല്ലാ ത്വരീഖത്തും ഉൾക്കൊണ്ട മഹാനായ ജീലാനി റളിയല്ലാഹുവിന്റെ ഖാദിരിയ്യത്ത് ത്വരീഖത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ട സമസ്തയാകുന്ന ത്വരീഖത്താണ് നാം എല്ലാവരും സ്വീകരിക്കേണ്ടത്. അല്ലാത്ത ത്വരീഖത്തിനെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഉപസംഹരിക്കുന്നു. വാഹർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.